CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് കനത്ത തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ചൂണ്ടലിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്വകാര്യ വാനിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൂണ്ടൽ ഐസ് പ്ലാന്റിന് സമീപം വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്കും വാനിലുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹിക വിരുദ്ധർ തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തങ്ങൾക്ക് ബന്ധമില്ലാത്ത സംഭവത്തിൽ കുറ്റക്കാരായി പോലീസ് തങ്ങളെ ചിത്രീകരിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്നും പ്രിൻസിപ്പൽ മറുപടി നൽകണമെന്നും ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾ. UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികൾ അണിനിരന്ന പദയാത്ര സമാപിച്ചു. ജില്ലാ പഞ്ചായത്തിലെ എരുമപ്പെട്ടി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി റീന ടീച്ചറുടെ പര്യടനത്തിന് ദേശമംഗലത്ത് നിന്ന് തുടക്കമായി. കൂട്ടുപാതയിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ സെമിനാറിന് തുടക്കം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് കരോളുകൾക്ക് തുടക്കം കുറിച്ച് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ കരോൾ നടന്നു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടന മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ കേരള ഘടകം പ്രസിഡന്റും ഭാരവാഹികളും ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ സന്ദർശനം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.